നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കരുതലുണ്ടാകണം, കനത്ത മഴ വരുമെന്ന മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പാലായിൽ കാർ യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തമിഴ്നാട്ടിലും കനത്ത മഴ. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. നടപ്പ് സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കും. കോഴിക്കോട് ലോ കോളേജിൽ KSUക്കാരെ മർദ്ദിച്ച SFIക്കെതിരെ നടപടി. 2 യൂണിയൻ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. പ്രിൻസിപ്പലിനെ ഉപരോധിച്ച് KSU. കണ്ണൂർ തോട്ടട ITI സംഘർഷത്തിലും നടപടി. 11 SFIക്കാർക്കെതിരെ വധശ്രമത്തിന് കേസ്. പ്രവാസിയുടെ വീട്ടിൽ നിന്ന് 300 പവൻ കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. 137 പവനും 7.5 ലക്ഷം രൂപയും കണ്ടെടുത്തു. പിടിയിലായ സുഹൈൽ 50ഓളം കേസുകളിൽ പ്രതി. കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് സംശയം. നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP R ശ്രീലേഖയ്ക്ക് നോട്ടീസ്. നടപടി കോടതിയലക്ഷ്യ ഹർജിയിൽ. വിചാരണ തുറന്ന കോടതിയിൽ വേണമെന്ന് അതിജീവിത. കോടതിയിൽ നടക്കുന്നത് പുറം ലോകം അറിയട്ടെ എന്നും നടി. ഭക്തരെ തടഞ്ഞ് ദിലീപിന് ദർശനം നൽകിയതിൽ കടുപ്പിച്ച് ഹൈക്കോടതി. ഭക്തർക്ക് ദർശനത്തിന് തടസ്സമുണ്ടായി എന്ന് CCTV ദൃശ്യങ്ങൾ കണ്ട ശേഷം കോടതി. എന്ത് നടപടിയെടുത്തുവെന്നറിയിക്കാൻ നിർദ്ദേശം. വഴിയടച്ച CPIM സമ്മേളനത്തിൽ കടുപ്പിച്ച് കോടതി. സംഘാടകർ മാത്രമല്ല, സ്റ്റേജിൽ ഇരുന്നവരെയും പ്രതിയാക്കണം. കോടതി അലക്ഷ്യം ഒഴിവാക്കണമെന്ന് പോലീസിന്റെ അപേക്ഷ. സ്റ്റേജ് കെട്ടാൻ അനുമതി നൽകിയിരുന്നില്ലെന്ന് വഞ്ചിയൂർ CI കോടതി. കേന്ദ്ര സഹായം കിട്ടാൻ കൃത്യമായ കണക്ക് നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. ഉള്ള തുക ചെലവഴിച്ചില്ലെങ്കിൽ ആരും പണം തരില്ല. ദുരന്ത നിവാരണ ഫണ്ടിന്റെ വിവരങ്ങൾ കോടതിയെ അറിയിച്ച് സർക്കാർ. കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാൻ ഇടപെടുമെന്നും കോടതി. ജനൽ വീണ 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് മലപ്പുറം കുഴിമണ്ണയിലെ നൂർ ഐമൻ. അപകടം കളിച്ചുകൊണ്ടിരിക്കെ ഭിത്തിയിൽ ചാരിവെച്ച ജനൽ വീണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ബിൽ നടപ്പ് സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ER രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, നേരത്തെ തന്നെ BJPയുടെ പ്രഖ്യാപിത നയങ്ങളിൽ ഒന്നാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കും എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭയുടെ അംഗീകാരം ഈ ബില്ലിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നടപ്പ് സമ്മേളനത്തിൽ തന്നെ വിഷയം അവതരിപ്പിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ പല ബില്ലുകളും വേണ്ടത്ര പഠനം നടത്താതെ, സമയം നൽകാതെ സഭയിലേക്ക് എത്തുന്നുവെന്ന പ്രതിപക്ഷ വിമർശനങ്ങൾ കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ഇതിന്റെ ഭാവി? അഭിലാഷ്, BJPയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഏതായാലും ആ ബില്ലിന് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. നിലവിൽ ശൈത്യകാല സമ്മേളനം അവശേഷിക്കുന്നത് ഇനി 6 ദിവസമാണ്. അതായത് അടുത്ത വെള്ളിയാഴ്ച സഭാ സമ്മേളനം അവസാനിക്കും. അതിനു മുമ്പ് തന്നെ ഈ ബില്ല് കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബില്ല് പാസ്സാക്കിയെടുക്കില്ല, മറിച്ച് JPCക്ക് വിടാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അങ്ങനെ സെലക്ട് കമ്മിറ്റിക്ക്, സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടുകൊണ്ടൊരു തീരുമാനമായിരിക്കും സർക്കാർ കൈക്കൊള്ളുക. അതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കാരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പ് ഈ വിഷയത്തിലുണ്ട്. പ്രത്യേകിച്ച്
കോൺഗ്രസ്, ഇടത് പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ നീക്കത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നേരത്തെ തന്നെ രംഗത്തെത്തിയതാണ്. അപ്പോൾ ബില്ല് ഏതായാലും ഈ സഭാ സമ്മേളനത്തിൽ പാസ്സാക്കില്ല, മറിച്ച് JPC സമിതിക്ക് വിട്ടുകൊണ്ടൊരു തീരുമാനത്തിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ. അത്തരമൊരു തീരുമാനം ഏതായാലും കൈക്കൊണ്ടേക്കും. ഏതായാലും നിലവിൽ ഒരു ചുവടുകൂടി കേന്ദ്ര സർക്കാർ അടുത്തു എന്ന് പറയാം. ബില്ലിന് ഇപ്പോൾ ഏതായാലും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. 2014 തന്നെ BJPയുടെ പ്രകടന പത്രികയിൽ ഈ വാഗ്ദാനം നൽകിയിരുന്നു. പിന്നീട് ഘട്ടം ഘട്ടമായി ഇതിനേക്കുള്ള ചുവടുവെപ്പ് കേന്ദ്ര സർക്കാർ BJP നടത്തിയിരുന്നു. ഒരു വർഷം മുമ്പ് 2023 രാംനാഥ് കോവിന്ദ് മുൻ രാഷ്ട്രപതിയെ അധ്യക്ഷനാക്കിക്കൊണ്ട് സമിതിയെ നിയോഗിച്ചത്. ആ സമിതി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് റിപ്പോർട്ട് നൽകിയത്. അതായത് രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ ലോക്സഭയിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ്, അതിനുശേഷം 100 ദിവസത്തിന് ശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട ശുപാർശ. ഏതായാലും ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ കൂടി ഈ ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നു. അതോടുകൂടി സഭയിൽ ഈ ബില്ല് വരികയാണ്. ഇനി ഏത് സഭയിലായിരിക്കും ഈ ബില്ല് കൊണ്ടുവരിക എന്നതുകൂടി അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് JPCക്ക് വിടുകയാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ല. കാരണം വഖഫ് ബില്ലും നിലവിൽ സമവായം ഉണ്ടാക്കാനായി കഴിഞ്ഞ നേരത്തെ സമാനമായ രീതിയിൽ JPCക്ക് വിടുന്നതാണ് കണ്ടത്. അതിന് സമാനമായ രീതിയിൽ ഏതായാലും ഈ ബില്ലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലും അത്തരമൊരു നീക്കമുണ്ടാകും. കാരണം വഖഫ് ബില്ലിന്റെ കാലാവധി പിന്നീട് നീട്ടി നൽകുന്നതും കണ്ടു. അതിന് സമാനമായ രീതിയിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം ഭരണഘടനാ ഭേദഗതി ഏതാണ്ട് 5 ഭേദഗതി ഈ ബില്ലിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതായാലും നിലവിലുണ്ട്. അഭിലാഷ്, തീർച്ചയായും അവിടെ രാകേഷ് സൂചിപ്പിക്കുന്ന പോലെ BJP NDA സർക്കാർ പറയുന്നത് ഈ പല സമയങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നു, ഒപ്പം വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷം ഈ നീക്കത്തെ തുടക്കം മുതൽ എതിർത്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഭരണഘടനാപരമായ ആശയങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധം തന്നെ ഈ വിഷയം എത്തുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? തീർച്ചയായും സഭയിൽ വരുമ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകും. കാരണം ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ നിരക്കുന്നതല്ല ഈ നീക്കം എന്നുള്ളതാണ്. കാരണം പ്രധാനമായും 28 സംസ്ഥാനങ്ങൾ, അതിനൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ചയാകില്ല, മറിച്ച് ദേശീയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന വാദം ആദ്യം മുതൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്നതാണ്. 2019 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ആദ്യം ഒരു യോഗം വിളിക്കുന്നത്. അന്ന് ആ യോഗത്തിൽ നിന്നൊക്കെ തന്നെ ബഹിഷ്കരിക്കുന്ന സമീപനം പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ തന്നെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ആ നിലപാടിൽ പ്രതിപക്ഷം ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ ഒട്ടും യോജിക്കാത്തതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ ഈ വിഷയം തടസ്സമാകുന്നു. കാരണം രാജ്യത്ത് പല കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിജ്ഞാപനം വരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമുണ്ട്. ഒന്ന്, സാമ്പത്തിക ചെലവ് ഏതാണ്ട് 60,000 കോടി രൂപ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചെലവുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഏതായാലും ഒരു സമവായത്തിലേക്ക് ഏതായാലും ഇത്രയും കാലത്തിനുള്ളിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ടൊരു നീക്കമായിരിക്കും പോവുക. സ്വാഭാവികമായി ബില്ല് അവതരണത്തിൽ വരുമ്പോൾ തന്നെ വലിയ എതിർപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് കേന്ദ്ര സർക്കാരും മുന്നിൽ കാണുന്നുണ്ട്. മാത്രമല്ല ഭരണഘടനാ ഭേദഗതിക്ക് 2/3 ഭൂരിപക്ഷം അനിവാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷം NDAക്കില്ല, രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ JPCക്ക് വിട്ടുകൊണ്ടൊരു തീരുമാനമായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിലവിലുണ്ടാകാൻ. തീർച്ചയായും നമുക്കറിയാമല്ലോ രാകേഷ്, ഇപ്പോൾ വനിതാ സംവരണ ബിൽ തന്നെ അവതരിപ്പിച്ച് പാസ്സാക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കടമ്പകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പോലും അത് പ്രാവർത്തികമാകുമോ എന്നറിയില്ല. ഇവിടെയും സൂചിപ്പിക്കുന്ന പോലെ ഭരണഘടനാ ഭേദഗതി ഏതാണ്ട് 6ഓളം ഭരണഘടനാ ഭേദഗതികൾ വേണ്ടിവരും എന്നാണല്ലോ പൊതുവെ വിലയിരുത്തുന്നത്. സൂചിപ്പിച്ച പോലെ 3/2 ഭൂരിപക്ഷം ഉണ്ടാകണം. JPCക്ക് വിടുക എന്നത് മാത്രമായിരിക്കുമോ? അതിനപ്പുറത്ത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾക്ക് സാധ്യതയുണ്ടോ? ഈ മേഖലയിലെ വിദഗ്ധരുമായ ആലോചനകൾക്ക് സാധ്യതയുണ്ടോ? BJP സർക്കാരിനെ NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കീഴ്വഴക്കങ്ങളെല്ലാം മാറ്റിമറിച്ചിട്ടുള്ള സംവിധാനമാണ്. എങ്കിൽ പോലും അത്തരം സാധ്യതകളും തള്ളിക്കളയാനാകുമോ? അഭിലാഷ്, JPCക്ക് വിടുക എന്നൊരു ലക്ഷ്യം ഏതായാലും കേന്ദ്ര സർക്കാരിന് നിലവിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുമായി ഐക്യം ഉണ്ടാക്കേണ്ടതുണ്ട്. അത്തരമൊരു നീക്കത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അത്തരം JPCക്ക് വിട്ടുകൊണ്ടൊരു തീരുമാനമായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. രണ്ടാമതായി വിവിധ സംസ്ഥാന നിയമസഭകളുടെ കൂടി അംഗീകാരം വേണ്ടതുണ്ട്. അപ്പോൾ വിവിധ സംസ്ഥാന നിയമസഭകളുടെ സ്പീക്കർമാരുമായി ഒരുപക്ഷെ ചർച്ച നടത്തിയേക്കാം. അതിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. നിയമവിദഗ്ധരുമായി ചർച്ച നടത്തിയേക്കാം.
അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഇത്തരത്തിൽ വിദഗ്ധരടക്കമുള്ളവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 18,000-ത്തിലധികം വരുന്ന പേജ് വരുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ പക്ഷേ ഭൂരിപക്ഷമില്ല സർക്കാരിന് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം 3/2 ഭൂരിപക്ഷം ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമാണ്. അപ്പോൾ 3/2 ഭൂരിപക്ഷം ഏതായാലും BJPക്ക് എന്നല്ല NDAക്ക് പോലും 2 സഭകളിലും ഇല്ല. ഇതുകൊണ്ട് തന്നെ JPCക്ക് വിട്ടുകൊണ്ട് ഒരു സമവായം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സഭാ സമ്മേളനം ഇനി അവശേഷിക്കുന്നത് 6 ദിവസം മാത്രമാണ്. അപ്പോൾ 6 ദിവസത്തിനുള്ളിൽ തന്നെ ഇത്തരമൊരു ബില്ല് കൊണ്ടുവന്ന് അത് JPCക്ക് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയേക്കും. അതിനാണ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും സാധ്യത കൂടുതൽ. ശരി, എന്തായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപിത നയം അത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടെ BJP ഉയർത്തി കാണിച്ചിരുന്ന ഒന്നാണ്. അതിൻ്റെ അടുത്ത പടിയിലേക്ക് കടന്നിരിക്കുന്നു NDA ഭരണകൂടം. പ്രത്യേകിച്ച് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നത് രാജ്യത്ത് എന്ന അവകാശവാദം കൂടിയൊക്കെ BJP ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഭരണഘടനാ ഭേദഗതിയാണ് നടപ്പിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷത്തിന് ആവശ്യമുണ്ട്. ഒപ്പം സംസ്ഥാനങ്ങളിലും ഇതേ തരത്തിലുള്ള ഭൂരിപക്ഷം നേടിയെടുത്താൽ മാത്രമേ പ്രാവർത്തികമാവുകയുള്ളൂ. വാർത്തയുടെ വിശദാംശങ്ങളാണ് രാകേഷ് നൽകിയത്. വഴിയടച്ച CPMകാർക്കെതിരെ കടുപ്പിച്ചു കോടതി. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് അടച്ച് CPIM സമ്മേളനം നടത്തിയ സംഭവത്തിൽ സ്റ്റേജിൽ ഇരുന്നവർക്കെതിരെയും കേസെടുക്കണമെന്ന് കോടതി. സാധാരണക്കാരൻ ചായക്കട വെച്ചാൽ പൊളിച്ചു കളയുന്ന പോലീസ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് കോടതി ചോദിച്ചു. പങ്കെടുത്തവരുടെ വാഹനം പിടിച്ചെടുക്കാത്തതിൽ കോടതി വിമർശനം ഉന്നയിച്ചു. സമ്മേളനത്തിൽ നാടകം നടത്തിയ സംഘത്തിന്റെ വാഹനം എന്തുകൊണ്ട് പിടിച്ചെടുത്തില്ല എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചു. കോടതി അലക്ഷ്യ നടപടി ഒഴിവാക്കണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. റോഡ് അടച്ച് സ്റ്റേജ് കെട്ടാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് വഞ്ചിയൂർ SHO കോടതിയെ അറിയിച്ചു. സ്റ്റേജ് പൊളിച്ചാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമായിരുന്നു. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഈ വിഷയത്തിൽ കോടതി കുറച്ചുകൂടി ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിൻ്റെ യുക്തി സംശയകരമാണ്. എന്തുകൊണ്ട് നാടകം അവതരിപ്പിച്ച സംഘത്തിൻ്റെ വാഹനം പിടിച്ചെടുത്തില്ല എന്നുള്ളതാണ്. ആ സ്റ്റേജ് എവിടെ എന്നൊക്കെ കൃത്യമായി നാടക സംഘങ്ങൾ നോക്കാറുണ്ടോ എന്നത് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ കോടതി നടത്തുന്നു, ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്. അഭിലാഷ, ഇതുമായി ബന്ധപ്പെട്ട് K. ഷറഫാണ് കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. ആയത് കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിൽ ഇങ്ങനെ റോഡ് അടച്ച് അല്ലെങ്കിൽ നാട്ടുകാരെ ഗതാഗതക്കുരുക്കിലാക്കിക്കൊണ്ട് ഏരിയ സമ്മേളനം നടത്തിയെന്നുള്ള ചോദ്യം കുറെ ദിവസമായി ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം കോടതി നൽകണമെന്നായിരുന്നു കോടതി ആവശ്യപ്പെട്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് കോടതി ഇത്തരം നിശിതമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ കാര്യം DGP അറിഞ്ഞോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. എന്ത് നടപടിയെടുത്തു? ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഒരു ചായക്കട കിട്ടിയാൽ നിങ്ങൾ പൊളിച്ചു കളയുമായിരുന്നില്ലേ? ആ നിയമം എവിടെ പോയി എന്നും കോടതി ചോദിക്കുന്നുണ്ട്. കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ എന്താണ് ചെയ്തത്, പോലീസ് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് കോടതി പോലീസിനെ നിശിതമായി വിമർശിച്ചത്. ഇതിനൊക്കെ ആര് അനുവാദം നൽകുന്നു? വേദിയിലിരുന്ന എല്ലാ ആളുകൾക്കും എതിരെ കേസെടുക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ആർക്കൊക്കെ എതിരെയാണ് ഇപ്പോൾ കേസെടുത്തതെന്ന് പോലീസിനോട് പ്രത്യേകം കോടതി എടുത്തു ചോദിക്കുന്നുണ്ട്. പാർട്ടി ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുത്തു എന്ന മറുപടിയിലാണ് കോടതി മറുചോദ്യമായി ഉന്നയിച്ചത്. കോടതി നിർദ്ദേശം വെച്ചത് ആ സ്റ്റേജിൽ നിന്ന് എല്ലാ ആളുകൾക്കുമെതിരെ കേസെടുക്കണമെന്ന്. അതെല്ലാ പേരുടെയും ആരുടെയൊക്കെ വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വാഹനം പിടിച്ചെടുത്തത് മൈക്ക് സെറ്റുകാരുടേതാണ് എന്ന് പറഞ്ഞപ്പോൾ പങ്കെടുത്തവരുടെ വാഹനം എന്തുകൊണ്ട് പിടിച്ചെടുത്തില്ല എന്ന് കോടതി ചോദിച്ചു. അടുത്ത സ്കൂളിലെ കുട്ടികളടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഈ നടപടിയെ, അതായത് ഇങ്ങനെ വഴി അടച്ചുള്ള രാഷ്ട്രീയ സമ്മേളനങ്ങൾ, പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സമ്മേളനങ്ങൾ ഇത് കോടതി ഇതിപ്പോൾ ഈ സമരപ്പന്തൽ ഈ ചടങ്ങ് നടന്ന പന്തൽ നിർമ്മിച്ച പന്തൽ സാമഗ്രികൾ അവരുടെ വാഹനം പിടിച്ചെടുക്കുകയും ആ സാമഗ്രികൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പോലീസ്. ഒരു പക്ഷേ അതൊരു നടപടിയുടെ ഭാഗം എന്ന് കോടതിയെ ധരിപ്പിക്കുന്നതിന് വേണ്ടി
ചെയ്തതാകാം. അതൊരു സാങ്കേതികമായ നടപടിയായി നമുക്ക് കണക്കാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒരു കണ്ണിൽ പൊടിയിടുന്ന തരത്തിലാണ് പോലീസ് പിന്നീടും പോകുന്നത് എന്നൊരു നിരീക്ഷണമാണോ കോടതി നടത്തിയത്? തീർച്ചയായിട്ടും അഭിലാഷ്, കാരണം ചോദിച്ചത് അവിടേക്ക് നാടക സംഘത്തിന്റെ വാഹനം പിടിച്ചെടുത്തോ എന്ന് ചോദിക്കുന്നു. സ്റ്റേജിൽ ആരൊക്കെ ആയിരുന്നു ഇരുന്നതെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അതുപോലെ ഈ പ്രവർത്തകരെത്താനായി സ്കൂൾ ബസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്, അതിൽ സംഭവിക്കാവുന്ന നിയമ ലംഘനങ്ങൾ എന്തൊക്കെയാണോ അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വഴിയാത്രക്കാർ സഞ്ചരിക്കുന്ന വഴിയാണ്, അത് യാത്രക്കാർ സഞ്ചരിക്കുന്ന നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ് തടഞ്ഞത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി എന്തുകൊണ്ട് പോലീസ് സ്വീകരിച്ചില്ല എന്ന് തന്നെയാണ് കോടതി ചോദിക്കുന്നത്. മാത്രമല്ല, പൊളിക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കോടതി സിഐയോട് ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ ന്യൂസ് വാല്യൂ തീരും, പക്ഷെ ജനം വീണ്ടും ഇത്തരം പ്രവൃത്തികൾ മൂലം കഷ്ടപ്പെടേണ്ടി വരുമെന്നും കോടതി പോലീസിനോട് പറഞ്ഞു. എന്തായാലും നിശ്ചിതമായ വിമർശനമാണ് കോടതി പോലീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും പാർട്ടി സമ്മേളനങ്ങൾക്ക് വേണ്ടി വഴി തടഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുത്തി സമ്മേളനത്തിനുള്ള നഗരി, അതോടൊപ്പം തന്നെ സ്റ്റേജ് എല്ലാം ക്രമീകരിച്ചതിൽ കോടതി അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം പോലീസിനോട് നിരവധി ചോദ്യങ്ങളാണ് കോടതി ഉന്നയിക്കുകയും ചെയ്യുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട് ആണ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധ ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇപ്പോൾ അവധിയാണ്. ഐഷുത്തിൽ ഷംനയാണ് ചേരുന്നത്. ഷംന, നിലവിൽ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും മഴ തുടരുന്ന സാഹചര്യം ഉണ്ട്. കൂടുതൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷെ, തീർച്ചയായും വലിയ രീതിയിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകളാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇവിടെ ഈ മാന്നാർ കടലിടുക്കിന് സമീപമായി ന്യൂനമർദ്ദം, അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വൈകാതെ തന്നെ ഇത് ഈ തിരുനെൽവേലി അല്ലെങ്കിൽ നാഗർകോവിൽ മേഖലയിലോട്ട് കര തൊടാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ മഴ കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. എന്തായാലും കേരളത്തിലെ ഒരു മഴയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഒപ്പം തന്നെ 5 ജില്ലകൾക്കാണ് 3 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടും ഒപ്പം 5 ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വരും ദിവസങ്ങൾ നാളെ കൂടി ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ഒപ്പം തമിഴ്നാടിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ചെന്നൈ, തഞ്ചാവൂർ, മയിലാടുംതൂറ, പുതുക്കോട്ടை ഉൾപ്പെടെ 8 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഉണ്ടാകുമെന്ന ഒരു പ്രവചനം കൂടിയുണ്ട്. അഭിലാഷം, നമുക്കറിയാം നേരത്തെ ഫെങ്കൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത് ഈ ബംഗാൾ ഉൾക്കടലിലായിരുന്നു. അന്ന് ചെന്നൈ ഉൾപ്പെടെയുള്ള തമിഴ്നാടിന്റെ പ്രദേശത്ത് അതിതീവ്ര മഴ ഉണ്ടാവുകയും തുടർന്ന് മഴക്കെടുതിയിൽ 4ഓളം പേരാണ് അന്ന് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രതാ നിർദ്ദേശം, അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് ഉണ്ടാകുമെന്ന ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഒപ്പം മത്സ്യബന്ധനത്തിനടക്കം കേരള തമിഴ്നാട് തീരത്ത് മത്സ്യബന്ധനത്തിനടക്കം വിലക്കുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ഈ ന്യൂനമർദ്ദം വൈകാതെ തന്നെ ഈ തിരുനെൽവേലി അല്ലെങ്കിൽ നാഗർകോവിൽ മേഖലയിലോട്ട് നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന് കൂടി ഇപ്പോൾ മുന്നറിയിപ്പുണ്ട്. അഭിലാഷ്, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പാണുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ സൗദിയിലെ ജയിലിൽ കഴിയുന്ന മലയാളിയുടെ മോചനം വൈകും എന്നുള്ളതാണ്. സാങ്കേതിക കാരണങ്ങളാലാണ് തീരുമാനം വൈകുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ആണ് പുറത്തുവരുന്നത്. ഈ സാങ്കേതികത റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയമല്ല, ഒരു ബന്ധവുമില്ല. ഇത് അവിടെയുള്ള മുഴുവൻ കേസുകളും മാറ്റിവെച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കോടതിയിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന എല്ലാ കേസുകളും മാറ്റിവെച്ചത് ആ കോടതിയിൽ ഉണ്ടായിട്ടുള്ള സാങ്കേതികമായ വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് അവർ മാറ്റിവെച്ചതും വളരെ വൈകാതെ തന്നെ അടുത്ത അപ്പോയിന്റ്മെന്റ് കൊടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നും നമുക്ക് അനുകൂലമായ തീരുമാനം വന്നിട്ടില്ല എന്ന് ഇത് റഹീമും അറിയുന്നുണ്ടല്ലോ.
അല്ല പിന്നെ ബ്രദർ ഉണ്ട്, പിന്നെ സിർക്ക കൂടെ ഉണ്ട്, അവർ ബാക്കി കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും അറിയുന്നുണ്ട് കാര്യങ്ങൾ. ഏതായാലും നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചതാണ്. നിങ്ങളെ എല്ലാ സഹകരണത്തിനും വളരെ നന്ദി. വളരെ വൈകാതെ തന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി നമ്മൾ പങ്കുവെക്കും. സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനം വൈകുന്നു എന്നുള്ളതാണ്. ഇന്ന് 2 മണിയോടുകൂടി ഇതിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കാത്തിരിപ്പ് നീളുന്ന സാഹചര്യം ആണുള്ളത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ അനുസരിച്ച് ഇത് കോടതിയിൽ ഇന്ന് ഒരു കേസുകളും പരിഗണിച്ചില്ല. അങ്ങനെയുള്ള ഒരു തടസ്സം ആണ് ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്ത് അബ്ദുൾ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം ഈ കേസ് പിന്നീട് വിധി പറയാനൊന്നും മാറ്റുകയല്ല ചെയ്തത്. കോടതി നടപടികൾ ഇന്ന് ഉണ്ടായില്ല, അതുകൊണ്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മോചനദ്രവ്യം അടക്കം മലയാളികൾ സമാഹരിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞവർ തന്നെ, നേതാക്കന്മാർ പറഞ്ഞ തന്നെ നമുക്കുള്ളൂ. പേഴ്സണലായിട്ടൊരു വാർത്ത വന്നിട്ടില്ല. ഇങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂസ് എന്നാണ് പറയുന്നത്. അടുത്ത ഡേറ്റ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. വെയിറ്റ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. നമ്മൾ നല്ലൊരു പ്രതീക്ഷയിലായിരുന്നു. 4 ദിവസം കൊണ്ട് കേസ് എടുത്തു. പക്ഷേ ഇപ്പോൾ ടൈമിൽ പറയുന്നത് അവിടെ കേസ് നടന്നിട്ടില്ല എന്നാണ്. ഏതായാലും അതെ ഓരോ സമയം നമ്മളിങ്ങനെ നല്ല പ്രതീക്ഷയോട് വെയിറ്റ് ചെയ്യും. ലാസ്റ്റ് നീട്ടി വെക്കാന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് അസ്തമിക്കുകയാണ്. എന്താ ചെയ്യുക, വെയിറ്റ് ചെയ്യുക. എന്താ ചെയ്യുക, അവിടുത്തെ ഒരു വിഷയമാണല്ലോ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് അടുത്ത ഡേറ്റ് വെയിറ്റ് ചെയ്യുക, അത്ര തന്നെ. ഇപ്പോൾ നല്ലൊരു പ്രതീക്ഷയിലായിരുന്നു. നിങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ അസ്തമിച്ചു. ഇനി അടുത്ത ഡേറ്റിലേക്ക് വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുകയാണ് നമ്മൾ. ഏതായാലും അടുത്തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ 4 ദിവസം കൊണ്ട് കേസ് എടുത്തല്ലോ, അതുപോലെ പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ. ഇതാണ് ബന്ധുക്കളുടേത് അടക്കമുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അബ്ദുൾ റഹീമിൻ്റെ മോചനം ഇന്നുണ്ടാകും, അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു തീരുമാനം ഇന്നുണ്ടാകും, എന്ന് അദ്ദേഹം മോചിതനാകും എന്നൊക്കെ അറിയാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. മോചന ഹർജിയിൽ ഇന്ന് വിധി പറഞ്ഞിട്ടില്ല. അതിന് കാരണം സാങ്കേതികമായ പ്രശ്നങ്ങൾ എന്നാണ് അറിയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നമല്ല, കോടതിയിൽ ഇന്ന് സിറ്റിംഗ് നടന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഏറെ പ്രതീക്ഷയോടെ കുടുംബവും മലയാളികളും എല്ലാം കാത്തിരുന്നതാണ് 18 വർഷത്തിന് ശേഷം എപ്പോഴാണ് റഹീം തിരികെ എത്തുക എന്നത് ഇന്ന് അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ സാധിച്ചില്ല. അനീഷ്, എന്താണ് സംഭവിച്ചത് എന്നാണ് എല്ലാവരും പറയുന്നത്? സൗദിയിലെ ജയിലിൽ ആണ് 18 വർഷമായി അബ്ദുൾ റഹീം കഴിയുന്നത്. മോചനത്തിന് വേണ്ടിയുള്ള മോചനദ്രവ്യമായി നൽകേണ്ട തുകയടക്കം മലയാളികൾ വളരെ പെട്ടെന്ന് സംഭരിച്ചിരുന്നു. ആവശ്യമായ തുകയേക്കാൾ കൂടുതലാണ് മലയാളികൾ സംഭരിച്ചത്. എന്നാണ് മോചനം എന്നായിരുന്നു അറിയേണ്ടത്. അതിന്ന് അറിയാമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ സാധിച്ചില്ല. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇന്ന് കോടതിയുടെ സിറ്റിംഗ് ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ എന്നത്തേക്ക് ഈ ഹർജി ഷെഡ്യൂൾ ചെയ്യും എന്ന് ഒരു സൂചനയും ഇപ്പോൾ ലഭ്യമല്ലല്ലോ, അല്ലേ? എന്നത്തേക്കാണ് ഇനി ഹർജി പരിഗണിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിലും അധിക വൈകാതെ തന്നെ ഹർജി പരിഗണിക്കും എന്നാണ് നിയമസഹായ വേദിക്ക് മനസ്സിലാവുന്നത്. അഭിഭാഷകർ ഇത്തരത്തിലുള്ള സന്ദേശമാണ് അവിടെ നിന്നും ഇവിടേക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 3 സിറ്റിംഗ് നടന്നപ്പോഴും വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഈ റഹീമിൻ്റെ കുടുംബവും നാട്ടുകാരുമൊക്കെ ഈ സിറ്റിങ്ങിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഒരു തീരുമാനം എത്തുമെന്നൊരു പ്രതീക്ഷ ആ കുടുംബത്തിനടക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തീർച്ചയായും ഈ കേസിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടല്ല ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഈ കോടതിയിലെ സാങ്കേതികമായ ചില നടപടിക്രമങ്ങൾ, കോടതിയിലെ ചില സാങ്കേതിക ക്രമങ്ങൾ, ഒരു കേസും ഇന്ന് കാര്യമായി പരിഗണിക്കുകയുണ്ടായില്ല. ഓൺലൈനായാണ് കേസ് പരിഗണിച്ചത്. ആ സമയത്തുണ്ടായ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം മാറ്റി എന്ന് പറയുന്നു. പക്ഷേ എന്നത്തേക്ക് ഹർജി വരുമെന്ന കാര്യത്തിൽ ഉടൻ അല്ല, നിങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ വിജയ നേരത്തെ പോയി. ഓരോ തവണയും ഈ ഹർജി പരിഗണിക്കപ്പെടുമ്പോൾ അല്ലേ, അതെ, ഇപ്പോൾ സന്തോഷം നിൽക്കുകയാണ്. പക്ഷേ ഇതൊക്കെ പെട്ടെന്നാണത് തടസ്സം വരുന്നത്, ഒന്നും പറയാൻ പറ്റില്ല. വലിയൊരു പോരാട്ടമാണ് ഈ പണം ഉണ്ടാക്കാനും മറ്റുമൊക്കെ എല്ലാ നാട്ടുകാരും ഒത്തുചേർന്നൊക്കെ നടത്തിയത്. ലോകം ഒട്ടുക്കുന്നതാണോ?
ഈ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരുന്നാണ് നോക്കുമ്പോൾ ആകെ നിരാശയായി പോകുന്നത്. മനസ്സിൽ ആകെ വിഷമം താങ്ങാൻ പറ്റുന്നില്ല, അത്രയും വലിയ വിഷമം. ഇന്നിപ്പോൾ തികച്ചും സാങ്കേതിക പ്രശ്നങ്ങളാണെന്നാണ് അത് പറയുന്നത്, നമ്മളത് കേൾക്കണ്, നമ്മളറിയില്ലല്ലോ എന്നല്ലേ, അവർക്ക് പറഞ്ഞാൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ വന്നിരിക്കുന്ന ആളുകളുടെ ഒരു നിരാശ. കാരണം ഓരോ തവണ ഈ ഹർജി പരിഗണിക്കുമ്പോഴും ഇന്ന് മോചനം സാധ്യമാവും, എത്രയും പെട്ടെന്ന് അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തുമെന്ന ഒരു കണക്കൂട്ടൽ, അത്തരം പ്രതീക്ഷയാണല്ലോ. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഉമ്മയും മറ്റുമൊക്കെ ഓരോ തവണ കാണുമ്പോഴും അവർ വാനോടും പ്രതീക്ഷയോടു കൂടിയാണ് ഓരോ തവണയും ഇരിക്കുന്നത്. ഈ ദയാധനം ഇത്ര വലിയ തുക നാട്ടുകാർ സമാഹരിച്ച് നൽകിക്കഴിഞ്ഞും വരവ് വൈകിയപ്പോൾ ഉമ്മ ഈ കാണാനുള്ള തിടുക്കം അടക്കാനാവാതെ സൗദിയിലേക്ക് പോയി അദ്ദേഹത്തെ ജയിലിൽ പോയി കാണുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. തൻ്റെ മകൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് എത്തുക എന്നത് മാത്രമാണ് ഇനി തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് ആവർത്തിച്ച് കുടുംബം വ്യക്തമാവുന്നത്. എന്തായാലും നിയമസഹായ വേദിയുടെ ആളുകളടക്കം ഇവിടേക്ക് എത്തിയിരുന്നു. അവരൊക്കെ പ്രതീക്ഷിച്ചതൊരു നല്ല വാർത്ത പുറത്തേക്ക് നൽകാൻ കഴിയും. ഇതുവരെയുള്ള നിയമ പോരാട്ടങ്ങൾ ഒരു ഫലത്തിലെത്തുമ്പോൾ എല്ലാ ജനങ്ങൾക്കും ആശ്വസിക്കാം, അല്ലെങ്കിൽ സന്തോഷിക്കാൻ വക ഇന്നത്തെ കോടതി വിധിയിൽ നിന്നും ലഭിക്കും എന്ന് തന്നെയായിരുന്നു. പക്ഷേ തികച്ചും സാങ്കേതികമായ കാരണങ്ങളിൽ ഊന്നി ഇന്ന് ഹിയറിംഗ് സിറ്റിംഗ് നടക്കാത്ത ഒരു സാഹചര്യം. ഏറ്റവും അടുത്ത ദിനം തന്നെ കേസ് പരിഗണിക്കപ്പെടും എന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ഇന്നത്തെ സിറ്റിംഗ് ആണ് മാറ്റിവെച്ചത്. അതുകൊണ്ട് തന്നെ ഉടനെ കേസ് ഹർജി വീണ്ടും പരിഗണനയ്ക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. മലപ്പുറം കൊണ്ടോട്ടിയിൽ ജനൽ വീണ 1.5 വയസ്സുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. കുഴിമണ്ണ സ്വദേശി മുഹസിന്റെ മകൻ നൂർ ഐമൻ ആണ് മരിച്ചത്. ടെറസിൽ കളിച്ചുകൊണ്ടിരിക്കെ ചാരിവെച്ച പഴയ ജനൽ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതിജീവിത പറയുന്നു, ലോകം എല്ലാം അറിയണം. നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP ആർ ശ്രീലേഖയ്ക്ക് നോട്ടീസ്. അതിജീവിത നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് വിചാരണ കോടതി നോട്ടീസ് അയച്ചത്. യൂട്യൂബ് ചാനലിൽ ആണ് ദിലീപിന് അനുകൂലമായി ശ്രീലേഖ സംസാരിച്ചത്. ദിലീപിനെതിരെ തെളിവില്ല എന്നായിരുന്നു പരാമർശം. നിരവധി തെളിവുകൾ ഉള്ള കേസിൽ തെളിവില്ലെന്ന് പറയുന്നത് കോടതി അലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്ന് അതിജീവിത. വിചാരണ നടക്കുന്ന എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അതിജീവിത ഹർജി നൽകിയത്. നേരത്തെ താൻ ഇരയല്ല അതിജീവിതയാണ് എന്ന നിലപാടെടുത്ത നടിയുടെ പുതിയ നീക്കം ശ്രദ്ധേയമാവുകയാണ്. സ്വകാര്യതയല്ല ഇവിടെ വിഷയം എന്ന നിലപാടിൽ ആണ് നടി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Kavita Gold and Diamonds. Choose your special. സ്വർണം ഗ്രാമിന് 7285 രൂപ, പവൻ 52,280 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 6015, പവൻ 42,120. വെള്ളി ഗ്രാം 101, കിലോ 1,01,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Kavita Gold and Diamonds. Choose your special. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.